നേര് ജീത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ നമ്മുടെ ലാലേട്ടൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ് നേര് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ ഞാൻ കണ്ടു, ഇപ്പം അങ്ങോട്ട് വന്നതേ ഉള്ളൂ, കണ്ട് സിനിമ കണ്ട് ഇപ്പോൾ വീട്ടിലെത്തിയതേ ഉള്ളൂ. അപ്പോൾ ഈ സിനിമയെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഈ സിനിമയെക്കുറിച്ച് ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ നല്ലൊരു സിനിമ കണ്ടിറങ്ങി വന്ന ആ ഒരു ഫീൽ അങ്ങനെ ഉണ്ടാവും. കണ്ണ് നിറയിച്ചു, മനസ്സും നിറഞ്ഞു, കണ്ണും നിറഞ്ഞു. നല്ലൊരു സിനിമ. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കേട്ടൊക്കെ, അതായത് ഈ പ്രൊമോഷൻ്റെ സമയങ്ങളിൽ ഇവർ ജിത്തു ജോസഫ് ആയിക്കോട്ടെ, ലാലേട്ടൻ ആയിക്കോട്ടെ, ആൻ്റണി പെരുമ്പാവൂരായിക്കോട്ടെ, ഇതിൻ്റെ റൈറ്റർ ശാന്തി ദേവി പറഞ്ഞതായിക്കോട്ടെ, എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ അവർ പറഞ്ഞ എന്താണോ അത് അവർ തിയേറ്ററിൽ നമുക്ക് സ്ക്രീനിൽ മുന്നിൽ കാഴ്ച വെച്ചിട്ടുണ്ട്. ഒരു കോർട്ട് റൂം ഇമോഷണൽ ഡ്രാമ, ഒരു ഇമോഷണൽ നമ്മൾ കണ്ണെന്ന് അറിയും, നമ്മളെ മനസ്സെന്ന് അറിയും അവരുടെ ഓരോ പെർഫോമൻസ്. ഇതിലെ സ്റ്റോറി കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ കണ്ടറിഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഒരു റാപ്പ് വിക്ടിം, പിന്നെ കണ്ണ് കാണാത്ത റാപ്പ് വിക്ടിം, പിന്നെ ഉണ്ടാകുന്ന ആദ്യത്തെ 10 മിനിറ്റ് തന്നെ പ്രതിയെ പിടിക്കുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന സംഭവങ്ങൾ, അതായത് അതിനുശേഷം പ്രതി കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈ പിന്നെ കോടതിയിൽ നിന്നുള്ള വാദപ്രതിവാദങ്ങളാണ് സിനിമയിൽ മൊത്തം പറഞ്ഞു പോകുന്നത്. അതിനിടയിൽ ഇവരുടെ ലൈഫിലുണ്ടാകുന്ന മറ്റു കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പെർഫോമൻസ്, പിന്നെ എല്ലാം ആ ഇമോഷൻസ് ഓരോരുത്തരും ഇമോഷൻസ് നമുക്ക് കണക്റ്റ് ആവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ തന്നെയാണ്. മേക്കിംഗ് ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് ആയിരുന്നു. നമ്മളെ തീരെ ബോറടിപ്പിക്കുക. 2.5 മണിക്കൂറുണ്ട് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. 2.5 മണിക്കൂർ. ഇതുപോലുള്ള ഇമോഷണൽ ഡ്രാമ സിനിമകളൊക്കെ 2.5 മണിക്കൂർ നമ്മളെ വലിയ രീതിയിൽ ബോറടിപ്പിക്കാതെ തിയേറ്ററിൽ പിടിച്ചിരുത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. നമ്മൾ ഓരോ സിനിമയെ സമീപിക്കേണ്ടത്, ഞാൻ ഇന്നലെ പിന്നെ ഒരു വേദി പറഞ്ഞു, നമുക്ക് ഓരോ സിനിമയെ സമീപിക്കേണ്ടത് ആ സിനിമയുടെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കണം നമ്മൾ ആ ഒരു സിനിമയെ സമീപിക്കേണ്ടത്. ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് ഈ സിനിമയെ തോന്നിയിട്ടില്ല. ഒരു എൻ്റർടൈൻമെൻ്റ് അല്ല, നമുക്ക് മുന്നിലേക്ക് കുറേ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നിലേക്ക്, സമൂഹത്തിന് മുന്നിലേക്ക് ചോദിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്താണ് കോടതി നിന്നുള്ളത്? ശരിക്കുമുള്ള കോടതിയെ നമുക്ക് കാണിച്ചു തരികയാണ് ഈ സിനിമയിലൂടെ. കോടതിയിലെ വാദപ്രതിവാദങ്ങളും കാര്യങ്ങളൊക്കെ. ലാലേട്ടൻ്റെ പെർഫോമൻസ്, കുറേ കാലത്തിന് ശേഷമുള്ള കിട്ടലം പെർഫോമൻസ് ഞാൻ ഈ ഒരു സിനിമയിലൂടെ കണ്ടു. എനിക്ക് ലാലേട്ടനെക്കാട്ടും മറ്റാരെക്കാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട ഈ സിനിമയിൽ അനശ്വര രാജിനെയാണ്. അവളുടെ കഥാപാത്രം, അവരുടെ ആ ഒരു ഇമോഷനും അവർ നേരിടുന്ന പെയിനും കാര്യങ്ങളും ഒക്കെ കിഡ്ലം പെർഫോമൻസ് ആയിരുന്നു തന്നെ പറയാം. സൂപ്പർ പെർഫോമൻസ്, എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ അനശ്വര രാജിൻ്റെ കഥാപാത്രം ഓരോരുത്തരും പേര് എടുത്തു പറയണം. പിന്നെ ഇതിലുള്ള പ്രിയാമണി ആയിക്കോട്ടെ, സിദ്ദിഖ് ആയിക്കോട്ടെ, ജഗദീഷ് ആയിക്കോട്ടെ, പിന്നെ ഇവരുടെ ഉമ്മയായിട്ട് വന്ന ഒരു കഥാപാത്രം, അനശ്വര രാജിന് ഉമ്മയായിട്ട് വന്നൊരു കഥാപാത്രമുണ്ട്. പിന്നെ ശാന്തി ദേവിയുടെ കഥാപാത്രം എനിക്ക് ഒരു മുഴുനീള വേഷം തന്നെ. ശാന്തി ദേവിക്ക് ഒരു മുഴുനീള വേഷം തന്നെയാണ്. സാധാരണ ഒരു വക്കീലായിട്ട് വന്നിട്ട് നമ്മുടെ സൂപ്പർ സ്റ്റാറിനെ പിന്നെ കോടതിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്ന സീനുകളിലാക്കി 1, 2, 3 സീനുകളിലൊക്കെ ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഈ ശാന്തി ദേവി എന്ന് പറഞ്ഞ ഈ നടി ഈ സിനിമയിൽ മുഴുനീള വേഷം തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് കിട്ടുന്ന പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഗണേശന് നല്ലൊരു കഥാപാത്രമായിരുന്നു ഗണേശൻ്റെത്. പിന്നെ അതുപോലെ തന്നെ ജഗദീഷ്, എല്ലാവരും. പിന്നെ ഇതിൽ വിക്ടിമായിട്ട് വന്ന ഒരു പയ്യൻ, പിന്നെ വിക്ടിമല്ല പ്രതിയായിട്ട് വന്ന ഒരു പയ്യൻ, എല്ലാവരുടെയും റോള് പക്കയായിരുന്നു. കൃത്യമായിട്ടുള്ള ക്യാരക്ടറൈസേഷൻ, ഓരോരുത്തർക്കും കൃത്യമായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഓരോ കഥാപാത്രങ്ങളെയും. അതൊക്കെ നല്ല A to Z എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിച്ച് ചെയ്ത പോലെയാണ് എനിക്ക് ഈ ഒരു സിനിമയെക്കുറിച്ച് തോന്നിയത്. ആദ്യ ഇൻ്റർവെല്ലിൽ വരെ തീയായിരുന്നു. സത്യം പറയുന്നത് കിഡ്ലം മേക്കിംഗ് നമ്മൾ തീരെ ബോറടിപ്പിക്കുക, നല്ല അടിപൊളിയായിട്ട് എൻഗേജിങ് ആയിട്ട് നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. സംഭവം ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ, നമ്മൾ പിടിച്ചിരുത്തുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. പക്ഷെ ഇൻ്റർവെല്ലിന് ശേഷം 1-2 ഭാഗങ്ങളിൽ ചെറിയൊരു ബോറടി പോലെ തോന്നി. ബോറടിയല്ല, ഒന്ന് ഒരു വലിച്ചിൽ പോലെ തോന്നി. അത് ജീത്തു ജോസഫിൻ്റെ എല്ലാ സിനിമകളിലും ഉണ്ടാകുന്ന ആ ഒരു സംഭവമാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ചെറിയ ലാഗ് അടുപ്പിച്ചുകൊണ്ടാണ് ഞാൻ സിനിമകൾ മേക്ക് ചെയ്യാറുള്ളത്. അത് സെക്കൻഡ് ഹാഫിൽ ചെറുതായിട്ടൊന്ന് കണ്ടു. പക്ഷേ ക്ലൈമാക്സ് പൊളിച്ചടക്കി. ക്ലൈമാക്സിന് തൊട്ട് മുമ്പ് ഒരു പാട്ടൊക്കെ വരുന്നുണ്ട്. നമ്മളെ തീരെ ബോറടിപ്പിക്കുന്നില്ല ആ പാട്ട്. എന്തിനാണ് ഈ ഒരു അവസരത്തിൽ ഈ ഒരു പാട്ട്? ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് തോന്നും, ക്ലൈമാക്സിനോട് അടുപ്പിച്ച് പാട്ടുകളൊക്കെ വരുന്ന സമയത്ത് എന്തിനാണ് ഈ ക്ലൈമാക്സിനോട് അടുപ്പിച്ച് ഇങ്ങനത്തെ ഒരു പാട്ടൊക്കെ വരുന്നത്? സിനിമ അങ്ങ് തീർത്താൽ പോലെയെന്ന് തോന്നുന്നു. പക്ഷേ ആ ഒരു ഫീൽ നമുക്ക് തീരെ വരുന്നില്ല എന്നുള്ളതാണ്. ക്ലൈമാക്സിലുള്ള ഓരോരുത്തരെയും ഇമോഷൻസ്
കൃത്യമായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ കഥാഗതി ആയിക്കോട്ടെ, എവിടെയും ബോറടിപ്പിക്കാതെ എവിടെയും എല്ലാ ഭാഗങ്ങളും കണക്ട് ചെയ്ത് കൃത്യമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവർ. ആ ഒരു മേക്കിംഗ് ശൈലിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തു പോകുന്നുണ്ട്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരുടെയും പെർഫോമൻസ് നന്നായിരുന്നു പറഞ്ഞത്. എനിക്ക് സിദ്ദിഖിൻ്റെ ആ ഒരു കഥാപാത്രം, സിദ്ദിഖിൻ്റെ ആ ഒരു വക്കീൽ കഥാപാത്രം ശരിക്കും പറയാണെങ്കിൽ ലാസ്റ്റ് ക്ലൈമാക്സിൽ ഒരു സീനുണ്ട്, ശരിക്കും പിടിച്ചൊന്ന് കൊടുക്കാൻ തോന്നും. ആ രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളും അത്രയും ഒരു വില്ലനിസം കാണിക്കാന്നൊക്കെ പറയല്ലേ, അത്രയും ഇതിൽ ആ ഒരു തരന്ത എന്ന രീതിയിലേക്ക് പോകുന്നതൊക്കെ നമുക്ക് കാണുന്ന സമയത്ത് എടുത്തൊന്ന് പൊട്ടിക്കാൻ തോന്നുന്ന സീനുകളൊക്കെ ഉണ്ട്. പിന്നെ സിദ്ദിഖിൻ്റെ അങ്ങനെ എല്ലാവരും അവരുടെ കഥാപാത്രങ്ങൾ കൃത്യമായി തന്നെ പഠിച്ച് കൃത്യമായി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാവരും. ഈ ശാന്തിദേവിയൊക്കെ എനിക്ക് തോന്നിയിരുന്നു പിന്നെ പെർഫോമൻസ് ചെയ്യുന്ന സമയത്ത് പിന്നെ ബോറായിരിക്കും, ചില ഡയലോഗ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ബോറായിരിക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും കൃത്യമായി നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് ആകെ ഒരു നെഗറ്റീവായിട്ട് ഈ സിനിമയെ തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു, ആ ലാസ്റ്റിലേക്ക് സെക്കൻഡ് ഹാഫിൽ വരുന്ന സമയത്ത് കുറഞ്ഞൊരു ഭാഗം 1-2 സ്ഥലങ്ങളിൽ ചെറിയ ഒരു കല്ലുകടി പോലെ തോന്നി. കല്ലുകടിയല്ല, ചെറുതായിട്ടൊന്ന് ലാഗ് അടുപ്പിക്കുന്നത് പോലെ തോന്നി. പക്ഷേ ലാഗ് വേണം, ഈ ഒരു സിനിമ ലാഗ് വേണം. ലാഗ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ലാഗല്ല സംഭവം, അതിൻ്റെ ഈ സിനിമയുടെ ഒരു പോക്ക് അങ്ങനെയാണ്. അപ്പോൾ ആ ലാഗായിട്ട് കണക്കാക്കാൻ പറ്റില്ല നമുക്ക്. വേറെ നെഗറ്റീവായിട്ടൊന്നും എനിക്ക് ഈ സിനിമയിൽ ഒന്നും തോന്നിയിട്ടില്ല, ഒന്നും തോന്നില്ല. പാട്ടുണ്ട്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ടെക്നിക്കൽ സൈഡൊക്കെ നന്നായിരുന്നു എന്ന് പറയാം. എന്തായാലും നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി കാണാം. തിയേറ്ററിൽ ഫുള്ളായിരുന്നു, ഞാൻ കണ്ട സമയത്ത് തിയേറ്ററിൽ ഫുള്ളായിരുന്നു. ഫസ്റ്റ് ഡേ 10:30 ഷോ ഉണ്ടായിരുന്നത്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു സിനിമയല്ല ഇത്. ഈ സിനിമ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഒരു കൃത്യമായിട്ട് ചെയ്തു വെച്ചൊരു പക്ക ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമ. നമ്മൾ പിന്നെ വക്കീലന്മാർ ഭയങ്കര വാദപ്രതിവാദങ്ങളൊക്കെ നടത്തുന്നുണ്ട്, ഇതിലുണ്ട് അതുപോലുള്ള രംഗങ്ങളും കാര്യങ്ങളൊക്കെ. നമുക്ക് രോമം എഴുന്നേറ്റ് നിൽക്കുന്ന ചില വാദപ്രതിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൈയടിച്ചു പോകുന്ന രംഗങ്ങളുണ്ട്. സിനിമ കഴിഞ്ഞ് തിയേറ്റർ ഏകദേശം ഫുള്ളായിരുന്നു. സിനിമ കഴിഞ്ഞ് പിന്നെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ആ ഒരു സീനുണ്ട്. ശരിക്കും പറയാൻ നമ്മളും എന്തോ ആ ഒരു എന്തൊക്കെയോ ഒരു വികാരങ്ങൾ നമുക്ക് ആ സമയത്ത് വരും. ഈ പിന്നെ പ്രതി ആയിക്കോട്ടെ, വിക്ടിം പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു സീനുണ്ട്. ശരിക്കും പറയാൻ നമുക്ക് സങ്കടം വന്ന് നമുക്ക് കണ്ണെന്നൊക്കെ വെള്ളം വരും. ആ ഒരു ഇമോഷൻ രംഗം. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് അതുപോലെ തീർത്ത ക്ലൈമാക്സ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ആയിട്ട് പറയാൻ വാക്കുകളില്ല, അത്ര ഇഷ്ടപ്പെട്ടു എനിക്ക്. എന്തായാലും നിർബന്ധമായും നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. സിനിമ നല്ലൊരു സിനിമയാണ്, നല്ലൊരു സിനിമ നിങ്ങൾക്ക് ആസ്വദിക്കാം. പിന്നെ ലാലേട്ടൻ്റെ 1-2 ചെറിയ കോമഡികളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, നമ്മൾ ചിരിച്ചു പോകുന്ന 1-2 കോമഡികളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ കോമഡി അല്ല ഈ ഒരു സിനിമ, ഒരു ഇമോഷണലാണ്, മൊത്തത്തിൽ ഇമോഷണലാണ്. കണ്ടുനോക്കുക, തിയേറ്ററിൽ കണ്ടുനോക്കുക. നിങ്ങൾ ഒരു സിനിമാ പ്രേമിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമ നിരാശപ്പെടില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ ഒരു സിനിമ എല്ലാവർക്കും പറ്റിയൊരു സിനിമയല്ല എന്നുള്ളത്. ഇമോഷണൽ ഡ്രാമ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും കണ്ടു നോക്കാവുന്ന, ധൈര്യമായി ടിക്കറ്റ് എടുത്ത് നോക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമയെ വിലയിരുത്താൻ പറ്റുള്ളൂ. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു ഈ ഒരു സിനിമ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.